ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1115 ദിവസമായ ഇന്ന് 2024 ജൂൺ മാസം 3 തീയതി തിങ്കളാഴ്ച, 1199 ആണ്ട് ഇടവമാസം 20 തീയതി. ഗുരുവചനങ്ങളിലൂടെ ചിലർ കടം കൂടി വരുത്തി വയ്ക്കും, അത് പാടില്ല. മിച്ചം വയ്ക്കുവാൻ പഠിക്കണം. സമുദായം വിദ്യാഭ്യാസത്തിലും ധനസ്ഥിതിയിലും ശുചിത്വത്തിലും വളരെ പിന്നോക്കമാണ്. ഈ രീതി മാറ്റണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ മിച്ചം വയ്ക്കുവാൻ പഠിക്കണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ചിലർ കടം കൂടി വരുത്തി വയ്ക്കും, അത് പാടില്ല. മിച്ചം വയ്ക്കുവാൻ പഠിക്കണം. സമുദായം വിദ്യാഭ്യാസത്തിലും ധനസ്ഥിതിയിലും ശുചിത്വത്തിലും വളരെ പിന്നോക്കമാണ്. ഈ രീതി മാറ്റണം. ശിവഗിരി തീർത്ഥാടനം സംബന്ധിച്ച് സംഭാഷണം നടത്തവേ ജനങ്ങളുടെ അമിതവ്യയശീലം പരാമർശിച്ചുകൊണ്ട് 1928 ഗുരുദേവൻ പറഞ്ഞതാണിത്. ഗോവിന്ദനും ഗോപാലനും ചങ്ങാതിമാരാണ്. വർഷാവസാനം രണ്ടുപേരും ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുവാൻ നിശ്ചയിച്ചു. ഗോവിന്ദൻ ദിവസക്കൂലിയായി കിട്ടുന്നതിൽ ഒരംശം മിച്ചം വയ്ക്കുന്ന ശീലക്കാരനായിരുന്നു. അതിനാൽ യാത്രയ്ക്ക് ആവശ്യമായ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. അയാൾ തൻ്റെ 2 ജോഡി വസ്ത്രങ്ങൾ കഴുകി ഉണക്കി മടക്കി വെച്ചു. മറ്റത്യാവശ്യ വസ്തുക്കളും കരുതി. എല്ലാം ഒരു സഞ്ചിയിലാക്കി. ഗോപാലൻ അന്നന്ന് കിട്ടുന്നത് മിച്ചം വയ്ക്കാതെ ചിലവാക്കി ശീലിച്ചിരുന്നതിനാൽ യാത്രയ്ക്ക് പണമില്ലാതെ വിഷമിച്ചു. ഒടുവിൽ കുറച്ചു പണം കടം വാങ്ങിയാണ് യാത്രയ്ക്ക് തയ്യാറെടുത്തത്. അങ്ങനെ യാത്രാ ദിവസമെത്തി. യാത്രക്കിടയിൽ ഗോവിന്ദൻ വീട്ടിൽ നിന്നും കരുതിയ ലഘുഭക്ഷണം കഴിച്ചപ്പോൾ ഗോപാലൻ പുറത്തുനിന്നും ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കഴിച്ചു. തീർത്ഥാടന കേന്ദ്രത്തിലെ ഭജനയും പ്രാർത്ഥനയും പ്രഭാഷണങ്ങളുമൊക്കെ ഗോവിന്ദന് പുതിയ അനുഭവമായി. ശാന്തിയും പുതിയ അറിവുകളുമുണ്ടായി. എന്നാൽ ഗോപാലന് ഒന്നിലും ശ്രദ്ധയുണ്ടായില്ല. അയാൾ അവിടുത്തെ ബഹളത്തിൽ മുങ്ങി. അങ്ങനെ ഒരേ തീർത്ഥയാത്ര 2 പേർക്കും 2 അനുഭവമായി. മടങ്ങിയെത്തിയ ഗോവിന്ദൻ ഊർജ്ജസ്വലനായി ജോലിക്ക് പോയപ്പോൾ ഗോപാലൻ കടം വീട്ടാനാകാതെ വിഷമിക്കുകയും അസുഖബാധിതനായി തീരുകയും ചെയ്തു. ഇത്തരം ഗോപാലന്മാർ അധികമാകുന്നത് ഒരു സമൂഹത്തിനും ശ്രേയസ്കരമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു ആസൂത്രണം വേണ്ടതുണ്ട്. വരുമാനത്തിൻ്റെ ചെറിയൊരംശമെങ്കിലും മിച്ചം വയ്ക്കുകയും അത് ജീവിത നിലവാരത്തിൻ്റെ മെച്ചപ്പെടലിന് ഏതുവിധം പ്രയോജനപ്പെടുത്താനാവുമെന്നും ചിന്തിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.